പ്രേക്ഷകർ ശ്വാസം അടക്കിപ്പിടിച്ച് കണ്ടിരുന്നു പോകുന്ന മഴത്തോരും മുമ്പയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽഡ് വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മയക്കുപൊടി കലർത്തിയ വെള്ളം കുടിച്ച് അബോധാവസ്ഥയിലായ ശരണ്യയെ റെസ്റ്റ് എടുക്കാനെന്ന വ്യാജേന ഹരി റൂമിൽ കൊണ്ടു കടത്തുകയാണ്. തൻ്റെ വലയിൽ ഇര കുടുങ്ങിയ സന്തോഷത്തിലായിരുന്നു ഹരി, അതോടൊപ്പം ബാക്കി 3 പേരും. എന്നാൽ രോഹിത്തിന് മാത്രം ഈ ഒരു പ്രവൃത്തിയിൽ അതിയായ ഭയം തോന്നുകയാണ്. പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥയെക്കുറിച്ച് അവൻ ഒരുപാട് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരണ്യയുടെ ദേഹത്തൊന്നും തൊടാൻ പോലും അവന് സാധിക്കുന്നില്ല. എന്നാൽ ബാക്കി 3 പേരും ഓരോരുത്തരായി ചെന്ന് ശരണ്യയെ പിച്ച് ചീന്തുകയാണ് കേട്ടോ. ഈ പ്രവൃത്തിയെല്ലാം കണ്ടു നിൽക്കാൻ മാത്രമേ രോഹിത്തിന് കഴിഞ്ഞുള്ളൂ. അവനത് തടയണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെ കളിയാക്കലും എതിർപ്പും ഭയന്ന് ഒന്നും പറയാനാവാതെ അവൻ പേടിച്ച് ഒരു മൂലയിൽ ഇരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവൻ പേടി താങ്ങാനാവാതെ 3 പേരും ഒരുമിച്ച് റൂമിൽ കയറിയ സമയത്ത് അവിടെ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. ചിലപ്പോൾ തന്നെ അലീനയും കൃഷ്ണമോളും വീട്ടിലുണ്ടായിരുന്നു. ഇതെന്താ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ രാവിലെ തന്നെ എന്ന് ചോദിക്കുകയാണ്. ഓഹോ, രോഹിയേട്ടൻ ഇന്നും കുടിച്ചിട്ടാണല്ലേ വന്നത്, അച്ഛൻ ഇന്നലെ പറഞ്ഞതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് കുടിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാണ്. അലീനയ്ക്ക് രോഹിത്തിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ അലീന ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. രോഹിത് ഇത് നേരത്തെയാണ് അച്ഛാ തിരിച്ചു വന്നത്, നല്ല രീതിക്ക് കുടിച്ചിട്ടുണ്ട്, ഇതുവരെ ഇത്രയും കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല അവൻ്റെ മനസ്സിലെന്തോ പേടി തട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു, എന്തോ കാര്യമായ പ്രശ്നമുണ്ട് അച്ഛാ, അച്ഛനൊന്ന് പോയി സംസാരിക്കുന്നു പറയാണ് ബാലചന്ദ്രനോട് അലീന. അങ്ങനെ അലീനയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് പോയി രോഹിത്തിനെ വിളിക്കുകയാണ്. ഒരുപാട് സമയം മുറിയിലെ വാതിൽ തട്ടിയിട്ടാണ് രോഹിത്ത് പുറത്തേക്ക് വരുന്നത്. എന്താ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. മുഖം നല്ലപോലെ കഴുകിയിട്ടുണ്ടെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. എങ്കിലും ബിയറിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ രോഹിത് അത് നിഷേധിക്കുന്നു. നീ ഇത്രയും സമയം എവിടെയായിരുന്നോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, ഞാൻ കോളേജിലായിരുന്നു അച്ഛാ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിൻ്റെ കൂടെ നാളെ കോളേജിൽ വരും, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ പറയണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അച്ഛാ, ഞാൻ ഹരിയേട്ടൻ്റെ കൂടെ ഹരിയേട്ടൻ്റെ വീട്ടിലായിരുന്നു എന്ന് പറയാണ്. ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് എന്ന് ചോദിക്കുകയാണ്. അവനാണ് നിന്നെ വഷളാക്കുന്നത് എന്ന് പറയുമ്പോൾ രോഹിത്ത് മറുപടി ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ. നിനക്ക് എന്ത് പറ്റി, എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ തോന്നുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത്, അയ്യോ അച്ഛാ ഒരു പ്രശ്നമില്ല, ഞാൻ ഒന്ന് കിടന്നോട്ടെ, എനിക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോറ് അടയ്ക്കുകയാണ് രോഹിത്ത്. ബാലചന്ദ്രന് അപ്പം തന്നെ മനസ്സിലായി എന്തോ കാര്യമായ പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം. എന്നാലും അവനായിട്ട് പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് വിചാരിക്കുകയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം ബാലചന്ദ്രൻ താഴേക്ക് പോകുന്നു. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം വെച്ചാന്ന്. എന്നോടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല, പക്ഷേ നീ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ മനസ്സിൽ എന്തോ ഒരു കാര്യം കടന്നു കൂടിയിട്ടുണ്ട്, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോവുകയാണ് കേട്ടോ. ഈ സമയം ഹരിയുടെ വീടാണ് കാണിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഒരു ജീവച്ചവം പോലെ ശരണ്യ ബെഡിൽ കിടക്കുകയാണ്. 3 പേരും വീണ്ടും ബിയർ കുപ്പികൾ ഓരോന്നായി തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കഴിഞ്ഞു പോയ സംഭവങ്ങൾ ഓർത്തെടുത്ത് അതിനെപ്പറ്റി പറഞ്ഞ് ചിരിക്കുകയാണ്. അവളുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ഇപ്പം കണ്ടില്ലേ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഹരി. ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ലഹരി തലയ്ക്ക് പിടിക്കുകയാണ് കേട്ടോ, കൂടുതലായിട്ട്. എന്നാൽ ആ രോഹിത് എവിടെയാണ്, അവനിതിനിടയ്ക്ക് എവിടെയാണ് മുങ്ങിയതെന്ന് ചോദിക്കുകയാണ്. അവന് പേടി, ഒട്ടും ധൈര്യമില്ലാത്ത ഒരു നട്ടലില്ലാത്തവരാണല്ലോ അവനെന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിനെ കളിയാക്കുകയാണ് ബാക്കി കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട്. എന്തായാലും നമുക്ക് അവനൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഹരി ഫോണിൽ നമ്മുടെ രോഹിത്തിനെ വിളിക്കുകയാണ്. രോഹിത് ആദ്യമൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഫോൺ എടുത്തിട്ട് പറയാണ്, ഹരിയേട്ടാ ഇനി എന്നെ വിളിക്കരുത്, ഈ ചോരയിൽ എനിക്ക് പങ്ക് വേണ്ട, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഇനി എന്നെ വിളിക്കരുതെന്ന് രോഹിത് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഹരിയും ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും ഒരു മണകുടാഞ്ചനായി പോയല്ലോടാ, ഇത്ര ധൈര്യമേ ഉള്ളൂ ബാലചന്ദ്രൻ തമ്പിയുടെ മകൻ രോഹിത്തിന്. ശരി, നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, എന്തായാലും ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണ് ഫോൺ. എന്നിട്ട് രോഹിത്തിൻ്റെ ധൈര്യക്കുറവിനെ അവന് പേടിത്തൊണ്ടലാണെന്നൊക്കെ പറഞ്ഞ് അവർ കൂട്ടുകാരെല്ലാവരും കൂടി ചിരിക്കുകയും ബാക്കി മദ്യം സേവിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. രാത്രിയായിട്ടും ശരണ്യയ്ക്ക് ബോധം വരുന്നില്ല. അത് കണ്ടിട്ട് ഹരി ഒന്ന് പേടിക്കുന്നുണ്ട്. ചെന്ന് നോക്കി കൈത്തണ്ട പിടിച്ച് പൾസ് നോക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാവുന്നത്. അതായത് ശരണ്യ ഈ ലോകം വിട്ട് പോയി കഴിഞ്ഞതും അമിത അളവിൽ മയക്കുമരുന്ന് കഴിച്ചതും പിന്നെ ശാരീരികമായിട്ട് പീഡനവും എല്ലാം അവളുടെ ജീവനെ എടുത്തിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു അടിയാണല്ലോ കിട്ടിയെന്നുള്ള രീതിയിൽ അവരെല്ലാവരും പകച്ചു നിന്നു പോവാണ് കേട്ടോ. ഹരിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആദ്യം തന്നെ. അപ്പോൾ ബാക്കി 3 കൂട്ടുകാരും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അതിൽ ആ ചകിരിത്തലം പറയുന്നുണ്ട്, എന്തായാലും വന്നത് വന്നു, ഇനി ഇതിൻ്റെ ബാക്കി നോക്കാം, അല്ലാതെ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഈ വിവരം വേറൊരാൾ, ഒരു കുഞ്ഞു പോലും അറിയാതെ നമുക്ക് ഇവിടെ തന്നെ ഇന്ന് തന്നെ പരിഹരിക്കണം.
ശരണ്യെ ഇനി ആരും കാണാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അതിനിപ്പോൾ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രോഹിത്തിനെ കൂടെ വിളിക്ക്. അവനാവുമ്പോൾ കാറുണ്ട്. അത് മാത്രമല്ല അവൻ്റെ കയ്യിൽ പൂത്ത കാശും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സഹായം അവനാവും. അത് മാത്രമല്ല എല്ലാത്തിനും അവനും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കാര്യത്തിനും അവനും വേണം. എല്ലാത്തിനും അവൻ്റെ പങ്ക് കൂടെ ഇരിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ രോഹിത്തിനെ വിളിച്ചിട്ട് ഹരി കാര്യം പറയാണ് ട്ടോ. ശരണി മരിച്ചു എന്ന വാർത്ത കേട്ട് രോഹിത് ഞെട്ടിത്തെരിക്കുകയാണ്. ഒന്നാമതേ അവന് ഉള്ള ധൈര്യമെല്ലാം ചോർന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു മരണ വാർത്ത കൂടെ കേട്ടതോടുകൂടി അവൻ ആകെ തകർന്നു പോയിരിക്കുകയാണ്. അതിനുശേഷം അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് റൂമിൻ്റെ ഒരു മൂലയ്ക്ക് പോയി പകച്ച് പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന ഒരുപാട് പ്രാവശ്യം തട്ടി വിളിക്കുമ്പോൾ രോഹിത് വന്ന് കഥ തുറന്നിട്ട് എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, പക്ഷേ നിനക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എനിക്ക് എന്ത് പറ്റിയത് നിനക്കെന്താ? അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിയത് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഹോം നേഴ്സ് ഇടപെടേണ്ട കാര്യമില്ല, നീ ഇവിടുന്ന് പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് രോഹിത് വീണ്ടും കഥ അടക്കുകയാണ് കേട്ടോ. പക്ഷേ രോഹിത്തിൻ്റെ മുഖത്ത് അതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭാവം കണ്ട് അലീനയ്ക്ക് പേടിയായി. എന്തോ വലിയൊരു പ്രശ്നം വരാനിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ബ്ലാക്ക് മെയിൽ ഭയന്ന് നമ്മുടെ ഹരി വിളിച്ച സ്ഥലത്തേക്ക് രോഹിത് പോവാണ്. അതൊരു പുഴയുടെ തീരത്താണ് കേട്ടോ. ശരണ്യയെ ആ പുഴയിലേക്ക് തള്ളാനാണ് അവരുടെ പ്ലാൻ. കുറേ ദിവസം കഴിഞ്ഞിട്ടേ ബോഡി പൊങ്ങാവൂ. ആ രീതിയിൽ വേണം നമ്മളിത് ചെയ്യാൻ. എന്നാൽ മാത്രമേ തെളിവുകളെല്ലാം നശിക്കുള്ളൂ എന്ന് ചകിരിത്തകലിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ ആ കൃത്യം നിർവഹിച്ച് ഒരു പാവം പെൺകുട്ടിയെ നശിപ്പിച്ച് അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം കൊന്നുപേക്ഷിച്ചതിന് ശേഷം അവർ വീട്ടിലേക്ക് പോവാണ്. ഒരു പശ്ചാത്താപം പോലും ഹരിയുടെയോ ബാക്കി കൂട്ടുകാരുടെയോ മനസ്സിലില്ല. പക്ഷേ രോഹിത്തിന് മാത്രം തൻ്റെ സമനില തരുന്നത് പോലെ തോന്നുകയാണ്. എന്തായാലും പിടിക്കപ്പെടുമെന്ന് അവന് ഉറപ്പായിരുന്നു. അവൻ ഹരിയോട് അത് പറയുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ബോഡി കിട്ടാതെ എന്തായാലും നമുക്കൊരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോവാണ്. രോഹിത്തിന് വന്നതിന് ശേഷം ഒരു സമാധാനവും ഇല്ല. അവന് ഉറക്കം കിട്ടുന്നില്ല. അലീന ചായയുമായി പിറ്റേ ദിവസം രാവിലെ വന്ന് വിളിക്കുമ്പോൾ കടുത്ത പനിയുമായിട്ട് കിടക്കുന്ന രോഹിത്തിനെയാണ് കാണുന്നത്. അപ്പോൾ രോഹിത് ഉറക്കത്തിൽ പിച്ചും പെയ്യും പറയുന്നുണ്ട് കേട്ടോ, എടാ വേണ്ട, ഒന്നും ചെയ്യണ്ട എന്നൊക്കെ. ശരണി എന്നുള്ള പേരും ഹരി എന്നുള്ള പേരും ഒക്കെ മാറി മാറി കേൾക്കുന്നുണ്ട്. ഇതോടുകൂടി അലീനയ്ക്ക് മനസ്സിലായി, ഏതോ ഒരു വലിയ കുറ്റം ചെയ്തിട്ട് തന്നെയാണ് രോഹിത്തിന് ഇത്രയും പേടി വരുന്നത്. ഹരിയുടെ കൂടെ ചേർന്ന് എന്തോ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ടുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. അതിനുശേഷം അത് അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ശരണ്യയുടെ ശരീരം അവർ വിചാരിച്ച പോലെ ഒരുപാട് ദിവസമൊന്നും വെള്ളത്തിനടിയിൽ ഉണ്ടായിരുന്നില്ല. അത് പിറ്റേ ദിവസം തന്നെ പൊങ്ങി വരികയാണ്. പോലീസ് കേസെടുക്കുന്നു, അന്വേഷണം ആരംഭിക്കുന്നു. ശരണ്യയുടെ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് അവർ ഹരി എന്നുള്ള ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം ശരണ്യയുടെ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഹരിയുടെ വീട്ടിൽ തന്നെയാണ് ആദ്യം പോലീസുകാരെത്തുന്നത്. അങ്ങനെ ഒന്നതായി ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ള എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ രോഹിത്തിൻ്റെ വീട്ടിൽ വന്ന് പോലീസ് പൊക്കുകയാണ് കേട്ടോ. ഈ വാർത്ത ആദ്യം അറിയുന്നത് നമ്മുടെ അലീനയാണ്. ശരണ്യയുടെ മരണത്തിൻ്റെ കാര്യം വാർത്തയിലൂടെ വരുന്നതും ബോഡി കിട്ടിയിട്ടുണ്ടെന്നും പ്രതികളെ പോലീസ് അന്വേഷിക്കുകയാണെന്നുള്ള വാർത്തയെല്ലാം പത്രത്തിലൂടെ അലീന അറിയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ രോഹിത് ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞ പേരാണല്ലോ ഹരി എന്നും ശരണ്യ എന്നും ഒക്കെ അലീന ഓർക്കുകയാണ്. അതോടുകൂടി അവൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവുന്നുണ്ട്. ബാലചന്ദ്രനോട് ഈ ഒരു വിവരം അവൾ പറയുന്നതിന് മുമ്പ് തന്നെ പോലീസ് വീട്ടിലേക്ക് എത്തി രോഹിതിനെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തായാലും വരാൻ പോകുന്ന മഴതോരും മുമ്പയുടെ കിടിലൻ ഷോക്കിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂസിനും വിശേഷങ്ങൾക്കുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.